ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസിൽ ADGP MR അജിത് കുമാറിനെതിരെ ഉടൻ നടപടിയെടുക്കും. തിങ്കളാഴ്ച സംസ്ഥാന പോലീസ് മേധാവി ആഭ്യന്തര സെക്രട്ടറിക്ക് റിപ്പോർട്ട് കൈമാറും. റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ നടപടിക്ക് ഒരുങ്ങി ആഭ്യന്തര വകുപ്പ്. VS അനു ആണ് വിവരങ്ങളുമായി ചേരുന്നത്. VS അനു, എന്തായാലും ഗൗരവകരമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് MR അജിത് കുമാറിനെതിരെ ചുമത്തിയിരിക്കുന്നത്, പ്രത്യേകിച്ചും ഈ റിപ്പോർട്ട് തിരുത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇനി നടപടി എത്രമാത്രം ഗൗരവകരമായിരിക്കും എന്നാണ് അറിയേണ്ടത്. എപ്പോഴേക്ക് നടപടിയെടുക്കും? ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസിലാണ് ADGP MR അജിത് കുമാറിനെതിരെ ഉടൻ നടപടിയെടുക്കും എന്നുള്ള വിവരം വരുന്നത്. തിങ്കളാഴ്ച സംസ്ഥാന പോലീസ് മേധാവി ആഭ്യന്തര സെക്രട്ടറിക്ക് റിപ്പോർട്ട് കൈമാറുകയും ചെയ്യും. റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ നടപടിക്ക് ഒരുങ്ങുകയാണ് ആഭ്യന്തര വകുപ്പ്. VS അനു ആണ് വിവരങ്ങളുമായി ചേരുന്നത്. VS അനു, എന്തായാലും ഗൗരവകരമായിട്ടുള്ള പരാതിയാണ് ഇതിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ നടപടി എത്രമാത്രം ഗൗരവകരമായിരിക്കും? മുഖ്യമന്ത്രി VD സതീശന്റെ സർക്കാരിന്റെ ആദ്യ ക്യാബിനറ്റിലാണ് ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ലാത്തി ചാർജിൽ ഒരു വിശദമായ അന്വേഷണത്തിന് തീരുമാനിച്ചത്. ആ അന്വേഷണം SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വമുള്ള സംഘം, അന്ന് അദ്ദേഹം ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ആയിരുന്നു, അത് നടത്തുകയും അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ ഉണ്ടായത്, ഈ രക്ഷാപ്രവർത്തന കേസിന്റെ അന്വേഷണം അന്ന് ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരുന്ന MR അജിത് കുമാർ അത് ഇടപെട്ട് തിരുത്തി റിപ്പോർട്ട് തിരുത്താൻ വേണ്ടി പ്രേരിപ്പിച്ചു എന്നടക്കമുള്ള വിലയിരുത്തലുകൾ, കണ്ടെത്തലുകൾ ആ റിപ്പോർട്ടിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. പക്ഷേ അങ്ങനെ ഒരു റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയിട്ടും എന്തുകൊണ്ട് അതിനൊരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ള ചോദ്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഏറ്റവും പ്രധാനമായും ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെയാണ് അപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോട് നമ്മൾ പലതവണ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു. അപ്പോൾ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മറുപടിയായി ലഭിക്കുന്നത്. സ്വാഭാവികമായും ആഭ്യന്തര വകുപ്പുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത്, അല്ലെങ്കിൽ പോലീസുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് സത്യത്തിൽ ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ ഡിസിഷൻ ഉണ്ടാകേണ്ട തീരുമാനമാണല്ലോ എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഏതായിരുന്നാലും വിമർശനങ്ങൾ ശക്തമാകുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷനിലേക്ക് ആഭ്യന്തര വകുപ്പ് നീങ്ങുന്നു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിങ്കളാഴ്ചയായിരിക്കും സംസ്ഥാന പോലീസ് മേധാവി DGP റവാഡ ചന്ദ്രശേഖർ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറുക. അദ്ദേഹം പരിശോധിച്ച് അത് ആഭ്യന്തര മന്ത്രിക്ക് നൽകുകയും ചെയ്യും. റിപ്പോർട്ട് ലഭിച്ച 2 ദിവസത്തിനുള്ളിൽ തന്നെ നടപടി ഉണ്ടാകും. അതായത് ഒരു തിങ്കളാഴ്ച റിപ്പോർട്ട് ലഭിച്ചാൽ ഒരുപക്ഷെ ബുധനാഴ്ചക്കുള്ളിൽ തന്നെ, ചിലപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നടപടി ഉണ്ടാകും, ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അതായത് വേണമെങ്കിൽ സസ്പെൻഷൻ വരെയുള്ള കടുത്ത നടപടികളിലേക്ക് ഒരു പക്ഷേ ആഭ്യന്തര വകുപ്പ് കടക്കുമെന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. മാത്രമല്ല, സ്വാഭാവികമായും സംസ്ഥാന പോലീസ് സേനയിലെ ഏറ്റവും ഉയർന്ന അല്ലെങ്കിൽ ഏറ്റവും മുതിർന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് MR അജിത് കുമാർ. സ്വാഭാവികമായും അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ നടപടി ഉണ്ടാകുമ്പോൾ അദ്ദേഹം നിയമ നടപടിക്ക് പോകും. അപ്പോൾ അത് കൂടെ ഒഴിവാക്കുന്ന തരത്തിലുള്ള അനു, എന്തായാലും എന്താകും നടപടി എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത്. ഉടൻ എന്തായാലും നടപടി ഉണ്ടാകും. അതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു.